മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായകരമായ 3 ഔഷധ സസ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. അതിനെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നല്ലോ, അതായത് മകൾക്ക് മുടി വളർച്ച കുറവാണ്, ഇതിനെന്താണ് കാരണമെന്നും എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാമെന്നും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന ഔഷധ സസ്യങ്ങൾ സാധാരണയായിട്ട് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ മുടി വളർച്ചയും മുടി ഒഴിച്ചിലിനും താരനും അതുപോലെ തലയോട്ടിയിലുണ്ടാവുന്ന പലതരം ശിരോരോഗങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന വെളിച്ചെണ്ണകൾ കാച്ചാനായിട്ട് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന ചില ഔഷധ സസ്യങ്ങളാണ് ഇതൊക്കെ. ഈ ഔഷധ സസ്യങ്ങൾക്ക് ഈ മുടി വളർച്ചയ്ക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ഇനിയും ഒട്ടനവധി ഔഷധ പ്രയോഗങ്ങളുണ്ട്. അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി വിവരിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ മുടി വളർച്ച കുറയാനുള്ള ചില സംഗതികളൊന്നും ആദ്യം അറിഞ്ഞിരിക്കണം നല്ലതാ. അതായത് മുടി വളർച്ച താരതമ്യേന കുറയുന്നത് ചില പാരമ്പര്യ ഘടകങ്ങളുണ്ട്. അതായത് ചില കുടുംബങ്ങളിൽ ഈ മുടിയുടെ വളർച്ച പൊതുവെ കുറവായിരിക്കാം. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മറ്റു പല ഔഷധങ്ങളുടെ സൈഡ് എഫക്ട്സ് ആയിരിക്കാം. കൂടാതെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ PCOD അതുപോലെ പലതരം ഹോർമോണൽ ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ, ഇത്തരം സംഗതികളൊക്കെ ഈ മുടി വളർച്ചയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുള്ളവര്, അവരിലൊക്കെ ചിലർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കാണാറുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും നമ്മൾ ധാരാളമായിട്ട് ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നു. അതായത് ഈ അജിനോമോട്ടോ, MSG, പലതരം കളറുകളും പ്രിസർവേറ്റീവുകളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ജങ്ക് ഫുഡ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരില്, അതല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടർ, അതായത് നമ്മൾ തല കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുള്ള വെള്ളമാണെങ്കിൽ അതും മുടി കൊഴിച്ചിലിന് കാരണമാക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പലതരം സ്പാ ട്രീറ്റ്മെന്റ്, മുടി സ്ട്രെയിറ്റനിങ്, അതുപോലെ തലയോട്ടിയിൽ ചെയ്യുന്ന പലതരം ട്രീറ്റ്മെന്റുകളും പലപ്പോഴും ഇതുപോലെ മുടി കൊഴിച്ചിലിനും മുടിയുടെ വളർച്ചയും മുടിയുടെ തിന്നിങ്ങിനും ഒക്കെ ഇടയാക്കാറുണ്ട്. ചിലർക്ക് മുടി വളർച്ച നിന്നു പോകുന്നു, ചിലർക്ക് മുടിയുടെ കനം കുറഞ്ഞു പോകുന്നു, ചിലർക്ക് മുടിയിഴകൾ പൊട്ടിപ്പോകുന്നു, ചിലർക്ക് മുടിയുടെ നിറം മാറിപ്പോകുന്നു, ചെമ്പിക്കുന്നു. ഈ രീതിയിൽ പലതരത്തില് പരിഭവങ്ങള്, പരാതികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അത്തരം അവസ്ഥയിലൊക്കെ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് സംഗതികൾ പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭക്ഷണ രീതികള്, ജീവിത രീതികള്, പാരമ്പര്യ ഘടകങ്ങള്, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥകള്, നിങ്ങളുടെ ജോലി സാഹചര്യങ്ങള്, നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ശീലങ്ങള്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഇത്തരം സംഗതികൾ ചികിത്സിക്കാനായിട്ട്. ഇതിന് പുറമെ പുരട്ടുന്നതിന് മാത്രമായിട്ടുള്ള വെളിച്ചെണ്ണകളോ തൈലം കാച്ചി തേക്കലോ മാത്രം മതിയാവണമെന്നില്ല. പലപ്പോഴും നിങ്ങളുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഒക്കെ വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വരും. ചിട്ടകൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഉള്ളിലേക്ക് ഔഷധങ്ങൾ സേവിക്കേണ്ടതായിട്ട് വരും. കാരണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ശരീരത്തിൽ അമിതമായിട്ട് പിത്തം വർദ്ധിക്കുന്നു, ശരീരോഷ്മാവ് കൂടുന്നു, അതുവഴി മുടിവേരുകൾക്ക് ബലക്കുറവുണ്ടാവാം. അതല്ലെങ്കിൽ മുടി ചെമ്പിച്ചു വരികയോ മുടി നേർത്തു വരിക, ഇത്തരം സംഗതികൾ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റ് ഇതിനൊരു കാരണമാവാം. ഇതൊക്കെ എല്ലാവർക്കും അല്ല കേട്ടോ. ചില ശരീരപ്രകൃതിക്കാർക്ക് ഇത് അനുയോജ്യമല്ലാതെ വരുമ്പം സംഭവിച്ചു പോകുന്നതാണ്. തുടർച്ചയായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നവര്, ഈ ഹെയർ ഫോളും പാരമ്പര്യമായിട്ട് കഷണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഷവർ ബാത്ത് ഉപയോഗിച്ച് തല കഴുകുന്നത്, തുടർച്ചയായിട്ട് ഹെൽമെറ്റ് ധരിക്കുന്നത്, ഇതൊക്കെ ഈ മുടി കൊഴിച്ചിലിനും മുടി വളർച്ച കുറയുന്നതിനും ഒക്കെ കാരണമായിട്ട് സംഭവിക്കാറുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന 3 ഔഷധ സസ്യങ്ങൾ അതേതൊക്കെയാണെന്ന് ആദ്യം കൊണ്ട് പറയാം. അതായത് കഞ്ഞുണ്ണി, മൈലാഞ്ചി, ഉമ്മത്തിൻകായ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. കാരണം പലതരം ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യങ്ങളാണ്. ഇതൊരു റയർ പ്ലാന്റ്സ് ഒന്നുമല്ല. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില സംഗതികളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിന് ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഔഷധ സസ്യം മൈലാഞ്ചിയാണ്, ഹെന്ന. നിങ്ങൾക്ക് അറിയാലോ, ഇതിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇവിടെ സ്ക്രീനിലോ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമ്മൾ മൈലാഞ്ചി എന്ന് വിളിക്കുന്ന ഈ സംഗതിക്ക് ഇംഗ്ലീഷ് നാമമാണ് ഹെന്ന. അതുപോലെ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ലോസോണിയ ഇനർമിസ്. ഇതാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ലിത്രേസെ ഫാമിലിയിൽ പെട്ട ഒരു ഔഷധ സസ്യമാണിത്. രക്തഗർഭ എന്നൊക്കെയാണ് സംസ്കൃതം പേര്. മെഹന്തി എന്നൊക്കെ ഹിന്ദിയിലും ബംഗാളിയിലും ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. മലയാളികൾക്ക് മൈലാഞ്ചി അത്ര അപരിചിതമൊന്നും ആയിരിക്കില്ല. വളരെ സുപരിചിതമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വേലിയേരികളിലൊക്കെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിരുന്നതാണ് ഒരു കാലത്ത്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇത് അത്ര പരിചിതമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. മൈലാഞ്ചിക്ക് തിക്ത കഷായ രസമാണ്. ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ലഘുരൂക്ഷ ഗുണത്തോട് കൂടിയതാണ്, ശീതവീര്യമാണ്, കടുവിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള രസാദി ഗുണങ്ങൾ. കഫദോഷവും പിത്തദോഷവും വർദ്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനായിട്ട് സഹായകരമാണ്. കരൾ സംബന്ധമായ രോഗങ്ങളിൽ പോലും ഉപയോഗിക്കാറുണ്ട് മൈലാഞ്ചി. കൂടാതെ വേദന കുറയുന്നതിന് സഹായിക്കുന്നു. വ്രണരോപണത്വമുണ്ട്, വ്രണങ്ങളൊക്കെ ഉണങ്ങുന്നതിന്, കരിഞ്ഞു പോകുന്നതിന് സഹായകരമാകുന്നുണ്ട്.
നീര് വറ്റിക്കാനും പ്രയോജനപ്പെടുമെന്ന് പറയപ്പെടുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതിനും അതുപോലെ മുടി ഇടതൂർന്ന് വളരുന്നതിനും സഹായകരമാണ് മൈലാഞ്ചി. അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ഇതിന്റെ ഇലയും പൂവും വിത്തും സമൂലമായിട്ട് പോലും, അതായത് വേരും തണ്ടും ഇലയും എല്ലാം ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. ഔഷധമായിട്ടുള്ള ഭാഗങ്ങളാണെന്ന് അർത്ഥം. ഈ മുടി വളരാനായിട്ട് മൈലാഞ്ചി ഉപയോഗിക്കേണ്ടത് മൈലാഞ്ചിയുടെ പൂവാണ് നമ്മൾ എടുക്കേണ്ടത്. മൈലാഞ്ചിയുടെ പൂവ് നന്നായിട്ട് അരച്ചെടുത്തത് ഒരു 1/2 ടീസ്പൂൺ മതി. ഇതൊരു 1/4 ഗ്ലാസ് ശുദ്ധജലത്തിൽ കലക്കിയിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഈ മുടി ഇടതൂർന്ന് വളരുന്നതിനും മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതിനും സഹായകരമാവും. അപ്പൊ ഇതിന്റെ പൂക്കള് വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ, അതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നാലേ ഇതിന്റെ പൂക്കൾ പറിച്ചെടുത്ത് ഇതുപോലെ അരച്ചെടുത്ത് 1/2 ടീസ്പൂൺ വീതം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുക. അത് മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതിനും മുടിവേരുകൾക്ക് ബലം ഉണ്ടാകുന്നതിനും മുടി ഇടതൂർന്ന് വളരുന്നതിനും സഹായകരമാവെന്ന് പറയപ്പെടുന്നു. മൈലാഞ്ചിയെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മറ്റു പല രോഗാവസ്ഥകളിലും പ്രയോഗിക്കാനായിട്ട് അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമ്മളിന്ന് ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആരൊക്കെ ഇത് കണ്ടുവെന്നും എത്ര പേർക്ക് ഇത് പ്രയോജനപ്പെടുന്നു, എത്ര പേർക്ക് ആവശ്യമുണ്ടെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ മുടി വളർച്ചയ്ക്ക് സഹായകരമായ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട്, അതായത് പലതരത്തിലുള്ള വെളിച്ചെണ്ണകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നീലിപെറുങ്കാതി വെളിച്ചെണ്ണയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി പറയാനുള്ള ഔഷധസസ്യം. ഇത് പാടവരമ്പുകളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണും. നമുക്ക് പറമ്പുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇത് കഞ്ഞുണ്ണി എന്നും വിളിക്കും, കയ്യോന്നിന്നും വിളിക്കും. ഭൃംഗരാജം എന്നാണ് സംസ്കൃതം പേര്. എക്ലിപ്റ്റ ആൽബ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. അതുപോലെ ഇതിന്റെ ഫാമിലി നെയിം കമ്പോസിറ്റെ ഫാമിലിയാണ്. ഇത് ഏകദേശം ഒരു 1/2 മീറ്റർ വരെ ഉയരത്തില് പാടത്തൊക്കെ ഇങ്ങനെ വരമ്പുകളിലും ഒക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. കഞ്ഞുണ്ണി എന്നും വിളിക്കാറുണ്ട്, കയ്യോന്നി എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ രസാദി ഗുണങ്ങൾ, ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. കടുതിക്ത രസമാണ്, ലഘു രൂക്ഷ തീക്ഷ്ണ ഗുണത്തോടു കൂടിയതാണ്, അതുപോലെ തന്നെ ഉഷ്ണവീര്യമാണ്, കടുവിഭാഗവുമാണ്. ഈ കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി ഇതും ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് വരുന്നുണ്ട്. ഇതും കഫപിത്ത ദോഷങ്ങൾ വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളിലൊക്കെ പ്രയോഗിക്കാവുന്നതാണ്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. വ്രണരോപണത്വമുണ്ട്, വ്രണങ്ങൾ കരിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. വേദന കുറയുന്നതിനും സഹായകരമാവെന്ന് പറയപ്പെടുന്നു. അതുപോലെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ് ഈ കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി. ഈ ഒരൊറ്റ ഔഷധ സസ്യം കൊണ്ട് മാത്രം ഇത്തരം സംഗതികൾ സാധിക്കുമെന്ന് പറയല്ല. ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലെ ഒരു ഘടകം മാത്രമാണ് കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി. ഇത് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ വേരോടെ കടയോടെ പറിച്ചെടുത്താണ് ഉപയോഗിക്കാറുള്ളത്. സമൂലം ഉപയോഗിക്കാൻ അർത്ഥം കഴുകി ചതച്ചെടുത്ത് അതിന്റെ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ നീലിപെറുങ്കാതി വെളിച്ചെണ്ണയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കഞ്ഞുണ്ണിയുടെ നീര് ചേർത്ത് കാച്ചിയെടുത്ത് തേക്കുന്ന വെളിച്ചെണ്ണ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും തലവേദന ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മുടിവേരുകൾക്ക് ബലം കിട്ടുന്നതിനും മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് കഞ്ഞുണ്ണി സമൂലം കഴുകിയെടുത്ത് ചതച്ച് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം, വെളിച്ചെണ്ണ വേണം. അതുപോലെ കഞ്ഞുണ്ണി തന്നെ സമൂലം പറിച്ചെടുത്തത് അരച്ച് കൽക്കനായിട്ട് ചേർക്കണം. അപ്പൊ കൽക്കത്തിനായിട്ടും സ്വരസത്തിനായിട്ടും കഞ്ഞുണ്ണി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി അരിച്ച് മണൽപ്പാകം അരിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ പതിവായിട്ട് തേച്ചു കുളിച്ചാൽ ഇതുപോലെ ശിരോരോഗങ്ങൾ, തലവേദനയൊക്കെ കുറയുന്നതിന്, മുടി വളർച്ച ഉണ്ടാകുന്നതിന്, കാഴ്ചശക്തി നന്നാകുന്നതിനും സഹായകരമാവെന്ന് പറയപ്പെടുന്നു. മൂന്നാമതായിട്ട് മറ്റൊരു ഔഷധ സസ്യം കൂടെ പരിചയപ്പെടുത്താം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെപ്പറ്റി നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടായിട്ട് ലിങ്ക് ഇവിടെ കൊടുക്കാം. ഉമ്മത്തിന്റെ കായാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇതിന്റെ ഇലയ്ക്കും പൂക്കൾക്ക് പോലും ഔഷധ ഗുണങ്ങളുണ്ട്. മറ്റു പല രോഗാവസ്ഥകളിലും ഒറ്റമൂലി പോലെ പ്രയോഗിച്ചു വരാറുള്ളതാണ്. പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, ഉമ്മത്തിൻ കായക്ക് വളരെയധികം വിഷ സ്വഭാവം ഉള്ളതാണ്. ഉള്ളിലേക്ക് ചെന്നാല് മരണകാരി വരെ ആയിത്തീരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഗ്ലൗസ് ഒക്കെ ധരിച്ച് വേണം ഉപയോഗിക്കാനായിട്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടതെന്ന് വഴി പറയാം. അപ്പൊ അതിനു മുമ്പ് ഒരു ചെറു വിവരണം ഉമ്മത്തിനെ പറ്റി പറയാം. ഉമ്മത്ത് ഒരു വിഷസസ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇത് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ഔഷധം തയ്യാറാക്കാനൊക്കെ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സത്ത് ഉപയോഗിച്ചു വരാറുണ്ട്. പണ്ട് കാലങ്ങളിൽ പേപ്പട്ടി വിഷബാധയ്ക്കൊക്കെ ചികിത്സിക്കുമ്പോൾ ഉമ്മത്തൊക്കെ പ്രയോജനപ്പെടുത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. ദത്തൂര സ്ട്രാമോണിയം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. സൊളാനേസെ ഫാമിലിയാണ്. ഇതും ഏകദേശം ഒരു 1.5-2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയായിട്ടാണ് കാണുന്നത്. ഇതില് 2 തരം പൂക്കളുണ്ട്. വെളുത്ത പൂക്കൾ ഉണ്ടാവുന്നതും വയലറ്റ് നിറത്തിലുള്ള പൂക്കളോട് കൂടിയതും കാണാറുണ്ട്. ഈ ഔഷധസസ്യം നേരിട്ട് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷെ പലർക്കും ഇതൊരു വിഷ സ്വഭാവമുള്ള സസ്യമാണെന്ന് അറിയാത്തവരുണ്ട്. ഉമ്മത്തിന്റെ ഇലയും പൂവും ഒക്കെ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ ഉമ്മത്തിന്റെ വേര് ചേർത്ത് കഷായങ്ങൾ തയ്യാറാക്കാൻ
മനസ്സിലാക്കാറുണ്ട് ഇതിന് വിഷസ്വഭാവം കൂടുതലായിട്ടുള്ളത് ഉമ്മത്തിന്റെ വിത്തിനാണ്, കായക്കാണ്. അത് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ പ്രയോഗിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് വളരെ സശ്രദ്ധം ഉള്ളിലേക്ക് പോവാത്ത രീതിയിൽ വേണം തയ്യാറാക്കാനായിട്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഇത് ഏത് രീതിയിൽ പ്രയോഗിക്കണമെന്ന് പറയുന്നതിന് മുൻപായിട്ട് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ, ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് രസം പറയുകയാണെങ്കിൽ തിക്ത കടു രസത്തോട് കൂടിയതാണ്. ഉമ്മത്തിന്റെ ഗുണങ്ങള് ലഘു, രൂക്ഷ, വ്യവായി, വികാക്ഷി ഗുണത്തോട് കൂടിയതാണ് ദത്തൂരം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് വിഷസ്വഭാവമുള്ള ഒരു ഔഷധ സസ്യമായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഉഷ്ണവീര്യവുമാണ്, കടുവിഭാഗവുമാണ്. ഔഷധയോഗമായിട്ടുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ ഇതിന്റെ കായും വേരും ഇലയും പൂവും എല്ലാം ഔഷധങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നു. ഒരുപാട് രോഗാവസ്ഥകളിൽ ഒറ്റമൂലിയായിട്ട് പോലും പ്രയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണെങ്കിലും നമ്മൾ ഇന്ന് മുടി വളർച്ചയ്ക്ക് സഹായകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതിന്റെ കായ തന്നെയാണ് എടുക്കേണ്ടത്. അത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം. കൈകളിൽ പറ്റാത്ത രീതിയിൽ ഗ്ലൗസ് ഒക്കെ ധരിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. ഉമ്മത്തിന്റെ കായ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ട് തലയോട്ടിയിൽ പുരട്ടി കൊടുക്കുക. ആ മുടി വളർച്ച കുറവുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുടി കൊഴിയുന്ന ഭാഗങ്ങളിൽ ആ നീര് കൂടെ കൂടെ പതിവായിട്ട് പുരട്ടി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം പുരട്ടിയിട്ടതിന് ശേഷം തല കഴുകാവുന്നതാണ്. ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ താരൻ ശമിക്കുന്നതിനും സഹായകരമാണ്. ഉമ്മത്തിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരൊക്കെ എടുത്തിട്ടാണ് ദുർദൂരപത്രാദി വെളിച്ചെണ്ണയും ദത്തൂരാദി തൈലമൊക്കെ കാച്ചുന്നത്. ഇത് പ്രധാനമായിട്ടും താരണം, ഡാൻഡ്രഫ് കൂടുതലായിട്ടുണ്ടാവുന്ന അവസ്ഥയിലൊക്കെയാണ് ഇത്തരം വെളിച്ചെണ്ണകൾ ഉപയോഗിച്ചു വരുന്നത്. നമ്മൾ ഇന്നീ പറയുന്ന ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ ഒരു ഒറ്റമൂലി പോലെ നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. പക്ഷേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലതരം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്തെന്ത് സംഗതികൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നതിനും നിങ്ങളുടെ ദേഹപ്രകൃതി അറിയുന്നതിനും അതിനനുയോജ്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും ഉള്ളിലേക്കുള്ള ഔഷധങ്ങളും നിശ്ചയിക്കണം. എന്നിട്ട് അതിന്റെ കൂടെ ഇത്തരം പ്രയോഗങ്ങളും കൂടെ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി കിട്ടുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.